നമസ്കാരം. നാളെ ജൂൺ 14 ജൂൺ 14 ശനിയാഴ്ചയാകുന്നു. നാളത്തെ ദിവസം രാശിപ്രകാരം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ ഇവരെ തേടി എത്താവുന്നതുമാണ്. എന്തെല്ലാം കാര്യങ്ങൾ രാശിപ്രകാരം നാളെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ഒരു ദിവസം. കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും പിന്തുണ നിങ്ങൾക്ക് അനിവാര്യമാണ്. ആ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുടെ പിന്തുണ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. സൽഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഭൗതിക രംഗത്തും നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകും എങ്കിലും, അതായത് ആവശ്യങ്ങൾക്കുള്ള ധനം വന്നു ചേരും എങ്കിലും ധനപരമായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ അധികാരമുള്ള പദവികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാകുന്നതായ സമയമാണ്. പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യവും ഇന്നേ ദിവസം പ്രത്യേകം ഓർക്കണം. മംഗളകരമായ കർമ്മങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ ആലസ്യം ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. തടസ്സങ്ങളെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങൾ അല്പം അനുകൂലമാകും എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പമൊന്ന് കാലതാമസം നേരിട്ടു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തുന്നതായ സമയം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും അടുത്തുള്ള ഹനുമത് ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും, ഇന്നേ ദിവസം ഈ ക്ഷേത്രങ്ങളിൽ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതും കൂടുതൽ ശുഭകരമായി തീരും. വന്നു ചേരുന്ന പല ദുരിതപൂർണമായ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും തരണം ചെയ്യുവാനുള്ള ആത്മവിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കുവാൻ സഹായകരമായി തീരും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ആലസ്യം പല കാര്യങ്ങളിലുണ്ട് എങ്കിലും അത് നീങ്ങുകയും മനസ്സ് പ്രവർത്തന സജ്ജമായി മാറുകയും ചെയ്യാം. കുടുംബത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ സഹായധനം, സഹായങ്ങൾ, മറ്റ് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം അനാവശ്യമായ നിർബന്ധ ബുദ്ധി ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. വ്യാപാരത്തിലെ പലവിധ തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അകമഴിഞ്ഞ പിന്തുണ പല വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നതായ സമയമാണ്. കലാകായിക മത്സരങ്ങളിൽ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. അത്തരം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരാം. അത് ചില അവസരങ്ങളായാണ് വന്നു ചേരുക. അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യതയാകാം, ധനപരമായ നേട്ടങ്ങളാകാം, സന്തോഷകരമായ നിമിഷങ്ങളാകാം. അതിനാൽ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാം.
ധനം ആവശ്യമുണ്ട് എങ്കിലും ലഭിക്കാത്തതായ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു ചേരും. താൽക്കാലികമായി തന്നെ ധനപരമായ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ദിവസമാണ്. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. ഇന്ന് ഹനുമത് ക്ഷേത്രത്തിലും അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് കൂടുതൽ ശുഭകരമാണ്. വന്നു ചേരുന്നതായ ചില ദോഷകരമായ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർക്കിടകം, പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ ധനവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സഹായധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. മാനസികമായി പല കാര്യങ്ങളിലും കരുത്ത് നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അനുരഞ്ജനത്തിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനക്കുറവുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. വ്യാപാര കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം ആദായം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ആഡംബരപൂർണമായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പലർക്കും സഹായം ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും പല കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കും. അസാധ്യം എന്ന് കരുതുന്നതായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കും. തരക്കേടില്ലാതെ ആദായം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് ചുമതലകൾ വർദ്ധിക്കും എങ്കിലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. മീനം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ വന്നു ചേരാവുന്ന സമയമാണ്. പതിവിലും അധികം വിയർപ്പൊഴുക്കേണ്ടതായി വരും എങ്കിലും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പുതുവഴികൾ തേടേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എങ്കിലും അത് അനുകൂലമായി ഭവിക്കും. മാർഗക്ലേശങ്ങൾ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ന്യായമായ ആവശ്യങ്ങൾക്കുള്ള പണം കൈവശം വന്നു ചേരാം. രോഗബാധിതരായ വ്യക്തികൾക്ക് തെല്ല് ആശ്വാസം ലഭിച്ചു എന്ന് വരാം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. പദവിയിൽ ഉയർച്ച വന്നു ചേരുക. സാഹസികപരമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രയത്നം ഫലം കാണും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ജോലി സമയം കഴിഞ്ഞാലും ജോലിയിൽ തുടരേണ്ടതായ സാഹചര്യം പോലും വന്നു ചേരാം. കുടുംബാംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. മക്കളുടെ ഭാവി അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ചില തീരുമാനങ്ങൾ, ചിന്തകൾ വന്നു ചേർന്നു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. ധനം കൈകളിലേക്ക് പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ധനസഹായം ലഭ്യമാകാം. വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ ഒരു പരിധിവരെ അകലുന്നതായ സമയമാണ്. പൊതുവിൽ ഇന്നേ ദിവസം ഭാഗ്യ ദിവസമായി തന്നെ പരാമർശിക്കാം. എന്നാൽ അനാവശ്യമായി തന്നെ ചില കാര്യങ്ങളിൽ ഇടപെടുന്നത് ദേഷ്യം അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി, കൂടാതെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടും ചില തിരിച്ചടികൾ വന്നു ചേരാം. അതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഹനുമത് ക്ഷേത്രത്തിലും ഇന്നേ ദിവസം ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതും ശുഭമാണ്. ഇന്നേ ദിവസം തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. വഴിപാട് നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക.